വളരെ വ്യക്തമായി KPCC പ്രസിഡന്റ് പറഞ്ഞു, സണ്ണി ജോസഫിന് എല്ലാ പിന്തുണയും, ഈ പുതിയ ടീമിന് എല്ലാ പിന്തുണയും നൽകും. അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണോ അല്ലാതെയാണോ എന്നുള്ളതിനെല്ലാം ഉള്ള മറുപടി ഇന്നലെ KPCC ഓഫീസിലെ ചുമതല എടുക്കുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ആ സംശയം ഉണ്ടാകുന്ന നിങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു പരിശോധന നടത്തേണ്ടത്. ശ്രീ K. സുധാകരൻ്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയറാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒന്നാകെ ഇഷ്ടപ്പെട്ടവരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്തുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് തലപ്പത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് അഴിച്ചുപണി ഉണ്ടായത്. ഇതിനെ തുടർന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K. സുധാകരൻ ഒഴിഞ്ഞു. ഇന്നിപ്പോൾ ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട യോഗം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ യോഗത്തിൽ നിന്നും KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ ഇപ്പോൾ വിട്ടു നിന്നിരിക്കുകയാണോ എന്നുള്ളൊരു സംശയം ഉയർന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് മടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് ഈ ഡൽഹിയിലുള്ള യോഗത്തിൽ K. സുധാകരൻ പങ്കെടുക്കുന്നില്ല. KPCCയിലടക്കം പുതിയ മുഖങ്ങൾ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണിത്? ഇന്ന് KPCCയിലുണ്ടായിരിക്കുന്ന പുതിയ പുനഃസംഘടനയോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്തുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ലക്ഷ്യം? 2025 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 പൊതു തെരഞ്ഞെടുപ്പും. ഇതിൽ വളരെ കഠിനമായ ഒരു ലക്ഷ്യമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ, എന്നാൽ കഴിഞ്ഞ 3-4 ദിവസക്കാലം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഞങ്ങൾക്കിത് ആയാസരഹിതമായ ഒരു ലക്ഷ്യമാക്കി മാറ്റുകയും ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞ് ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്കിതിനെ കാണാൻ കഴിയുന്നത്. ഇന്ന് ഡൽഹിയിൽ യോഗം നടക്കുകയാണ് കോൺഗ്രസിൻ്റെ. ഈ യോഗത്തിൽ നമ്മുടെ മുൻ KPCC അധ്യക്ഷനായ K. സുധാകരൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് തിരിക്കുന്നു. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണോ അല്ലാതെയാണോ എന്നുള്ളതിനെല്ലാം ഉള്ള മറുപടി ഇന്നലെ KPCC ഓഫീസിലെ ചുമതല എടുക്കുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇനിയും മനസ്സിലാക്കാത്തവർക്ക് അവരെക്കുറിച്ച് പരിതപിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വളരെ വ്യക്തമായി KPCC പ്രസിഡന്റ് പറഞ്ഞു, സണ്ണി ജോസഫിന് എല്ലാ പിന്തുണയും, ഈ പുതിയ ടീമിന് എല്ലാ പിന്തുണയും നൽകും. മാത്രവുമല്ല, ഈ 2 സർക്കാരുകൾക്കും എതിരായി ഒരു പടക്കുതിരയെ പോലെ ഞാൻ മുന്നിൽ നിൽക്കും എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത്? ആ സംശയം ഉണ്ടാകുന്ന നിങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു പരിശോധന നടത്തേണ്ടത്. അല്ലാതെ KPCC പ്രസിഡന്റ് അല്ല. അദ്ദേഹം മറ്റെന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും പോകാത്തത്, അല്ലാതെ മറ്റൊരു വിഷയമില്ല. ശ്രീ K. സുധാകരൻ്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയറാണ്. അതിനകത്തൊരു സംശയത്തിൻ്റെ കാര്യമില്ല. അടുത്ത ഇനി നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വരാൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി ഏകീകരിക്കാൻ പോകുക? അത്തരത്തിലുള്ളൊരു ചർച്ച നടന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ വയനാട് നടന്ന നേതൃ കോൺക്ലേവിലൂടെ നമ്മൾ തീരുമാനിച്ച മിഷൻ 2025 അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം കഴിഞ്ഞു. ആ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടക്കുന്നു. എല്ലായിടത്തും പഞ്ചായത്ത് തലത്തിലുള്ള കോർ കമ്മിറ്റികൾ കൃത്യമായ ഇടവേളകളിൽ കൂടി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഒരു സുസജ്ജമായ സംഘടനാ സംവിധാനത്തിലേക്ക് പാർട്ടി പോവുകയാണ്. നേതൃനിരയിലേക്ക് KC വേണുഗോപാലിന് ഇഷ്ടപ്പെട്ടവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒന്നാകെ ഇഷ്ടപ്പെട്ടവരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വ്യക്തികളില്ല, ഇതിൽ വ്യക്തികളിലോ ആരുമല്ല. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം നോക്ക്. ഒരു സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴുള്ള ഏതെങ്കിലും പൊട്ടിത്തെറിയോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതുപോലെ നല്ല ഒരു അന്തരീക്ഷത്തിലുണ്ടായ ഒരു മാധ്യമങ്ങൾ വളരെ കിണഞ്ഞ് ശ്രമിക്കുകയാണ്.
കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്തായാലും സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു മാറിയതിന് ശേഷം അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണോ എന്നുള്ളൊരു സംശയമായിരുന്നു ഈ ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു ഇടയൽ ഇല്ല എന്ന് തന്നെയാണ് M. വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.